ഷോ, എന്തൊരു ചൂടായിരുന്നു. പണി തീർന്ന് ഇറങ്ങാൻ പെട്ട ഒരു പാട്. കാര്യത്തിലേക്ക് കടക്കാം. എൻ്റെ പേര് പുഷ്പലത. ഞാൻ ഈ പാടത്തെ പണിക്കാരിയാണ്. എനിക്കിപ്പോൾ 40 വയസ്സായി. ഈ 40-ാം വയസ്സിലാണ് നമ്മുടെ പഴയ പൊടിയെല്ലാം വീണ്ടും തീർക്കാൻ തോന്നുന്നത്. അങ്ങനെ എനിക്കും തോന്നി ഒരു പൊടി. എനിക്കൊരു മാങ്ങ തിന്നണം. വെറുതെ തിന്നാൽ പോരാ, നല്ല പോലെ ഇടിച്ച് ചതച്ച് കഴിക്കണം. പക്ഷേ എൻ്റെ മുറ്റത്തെ മാവിൽ നല്ല മാങ്ങയൊന്നുമില്ല. അപ്പിടി കേടാന്നേ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടുമുറ്റത്ത് നല്ല ഒന്നാന്തരം മാങ്ങ കുലച്ചു നിൽക്കുന്നു. മാവ് ആരുടെ ആണെങ്കിലും പൊതി വെച്ചുകൊണ്ട് അടങ്ങിയിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ഞാൻ ആ മാവിൽ ആഞ്ഞൊരേറ് വെച്ചു കൊടുത്തു. മാങ്ങ എൻ്റെ കാലിൻ്റെ അടിയിൽ തന്നെ വന്ന് വീണു. പക്ഷേ ഈ മാങ്ങ അങ്ങനെ വെറുതെ കടിച്ചാൽ എന്ത് കാര്യം? അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഉപ്പും ഇച്ചിരി മുളകും പിടിച്ച് ആ മാങ്ങ ഇങ്ങെടുത്തു. എന്നിട്ട് അതിൻ്റെ ജെട്ടി അങ്ങോട്ടൂരി. പിന്നെ പോയി അതിൻ്റെ ഞെട്ടങ്ങോട്ട് പൊട്ടിച്ച് കളഞ്ഞ് അതിലെ പശ ഒരു കല്ല് വെച്ച് ഉരച്ച് അതേ കല്ലിൽ തന്നെ ആ മാങ്ങ ഒന്ന് കുത്തി ചതച്ച് എടുക്കണം. എന്നിട്ട് അതിലൊരു കഷണം ഇച്ചിരി ഉപ്പ് തേച്ചെടുത്ത് അതിൽ ഒന്ന് മുളക് തൊടിയിച്ച് നാവറിയാതെ വായിലേക്ക്. എന്നാ ഒരു ഇതല്ലേ. മാങ്ങ തിന്ന് അണ്ടിയോളം എത്തി. മാങ്ങയുടെ പുളി അറിയണമെങ്കിൽ അണ്ടിയോടടുത്താൽ പോരാ, മാങ്ങാണ്ടി കൂടെ കടിക്കണം. അങ്ങനെ ആ മാങ്ങാണ്ടി കടിച്ച് അതിൻ്റെ നീരും കുടിച്ചിറക്കിയപ്പോൾ ആ പൂതി മാറി കിട്ടി. അയ്യോ, വർത്താനം പറഞ്ഞ സമയം കുറേ പോയി. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എന്താ ഇത്, ജാതിക്കയല്ലേ? ഉപ്പ് ഇച്ചിരിയും കൂടെ ബാക്കിയുണ്ട്. ഇതും കൂടെ ഒന്ന് തിന്നിട്ട് പോയാലോ.